ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഭഗവത് പാദങ്ങളിലും അമ്മയുടെ പതാരവിന്ദങ്ങളിലും ആനന്ദകൂടി പ്രണാമം. ആചാര്യശ്രേഷ്ഠന്മാർക്കും ആത്മസഹോദരർക്കും വിനീതമായ നമസ്കാരം. കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം തിരുചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന ദിവസത്തിൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നാം കണ്ടു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് മഹാഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളെക്കുറിച്ചാണ്. പല വിധത്തിലായിട്ട് ഈ ക്ഷേത്രപ്രതിഷ്ഠകളെക്കുറിച്ച് പറയേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഒരു ഓട്ടപ്രദക്ഷിണം എന്ന രീതിയിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് സഞ്ചരിക്കാം. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, അതുപോലെ തന്നെ ശാരദ പ്രതിഷ്ഠ, ഇവയെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുമ്പോൾ ക്ഷേത്രപ്രതിഷ്ഠകളുടെ എണ്ണം 43 ഇവയിൽ മിക്കതും നമുക്കറിയാം മഹാഗുരു നേരിട്ട് തന്നെ പോയി പ്രതിഷ്ഠ നിർവഹിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. എന്നാൽ ചില ക്ഷേത്രങ്ങൾ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിഷ്യർ പോയി പ്രതിഷ്ഠിച്ചതാവാം, അല്ലെങ്കിൽ മഹാഗുരുവിൻ്റെ ആ സാന്നിധ്യത്തിൽ ശിഷ്യർ പ്രതിഷ്ഠിച്ചതാവാം. എന്തായാലും മഹാഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രപ്രതിഷ്ഠകളെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് കാണാം. നമുക്കറിയാം ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ക്ഷേത്രത്തിനോട് ചേർന്ന് മറ്റൊരു സരസ്വതി ക്ഷേത്രവും കൂടി ഉണ്ടാകും, അതായത് ഒരു സ്കൂള്. എന്തുകൊണ്ടാണ് ഗുരു അങ്ങനെ ചിന്തിച്ചതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഏറ്റവും ആദ്യം ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം ഗുരു നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിലാദ്യത്തേത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി. ഈശ്വരഭക്തിക്ക് 3-ാം സ്ഥാനമാണ് ഗുരു കൽപ്പിച്ചത്. വിദ്യാഭ്യാസത്തിനാണ് 1-ാം സ്ഥാനം കൽപ്പിക്കുന്നത്. അപ്പോൾ ഭക്തി മാത്രമല്ല, മറിച്ച് ഭക്തിയോട് കൂടി നമുക്ക് ആദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാസമ്പന്നരായി മാറണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. വിഗ്രഹം ഉപാസിക്കുന്നതിൽ നിന്ന് പടിപടിയായി ഉയർന്ന് ബ്രഹ്മത്വത്തിൻ്റെ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരണമെന്നാണ് മഹാഗുരു ആഗ്രഹിച്ചത്. അത് തന്നെയാണ് നമുക്ക് ഗുരു ഉപദേശമായി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹാഗുരു പ്രധാന ദേവാലയങ്ങൾ വിദ്യാലയങ്ങളും കൂടി ആകണമെന്ന് നമുക്ക് കൽപ്പിച്ചത്. ക്ഷേത്രത്തിനോട് ചേർന്ന് വിദ്യാലയങ്ങൾ മാത്രമല്ല, വായനശാലകൾ, വ്യവസായശാലകൾ എല്ലാം ഉണ്ടാവണമെന്നാണ് മഹാഗുരു പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തലയ്ക്കുമീതെ വെള്ളം വന്ന് വീഴത്തക്ക വിധം കുഴലുകൾ ഘടിപ്പിച്ച കുളിമുറികൾ ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ടാക്കുന്നത് ക്ഷേത്രകുളങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നെന്ന് മറ്റൊരു സന്ദർഭത്തിലും മഹാഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈശ്വരവിശ്വാസത്തെയും ആരാധന രീതികളെയും യുക്തിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് മഹാഗുരു മനുഷ്യരുടെ ബാഹ്യാന്തര ശുദ്ധികൾക്ക് ഒരുപോലെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ക്ഷേത്രത്തിൽ വരുന്നവർ ആ വെള്ളത്തിൽ കുളിച്ച് ശുദ്ധരായതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് കയറുക. അതായത് നമ്മുടെ ശാരീരിക വൃത്തിയില്ലായ്മ അല്ലെങ്കിൽ ആ മാലിന്യങ്ങളെയൊക്കെ പുറത്ത് കഴുകിക്കളഞ്ഞ് മനസ്സാകുന്ന മാലിന്യങ്ങളെ മുഴുവനും നീക്കുവാനായി ഈശ്വരൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടുകൂടി നിൽക്കുക. അതാണ് യഥാർത്ഥ ഈശ്വരവിശ്വാസം എന്ന് ഗുരു നമുക്കിവിടെ പറഞ്ഞു തരികയാണ്. അരുവിപ്പുറം മുതൽ ശാരദാ പ്രതിഷ്ഠ വരെയുള്ള 23 ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്, അല്ലെങ്കിൽ വേലായുധൻ നട എന്ന പേരിലും അത് അറിയപ്പെടാറുണ്ട്. നമുക്കറിയാം ചിറയൻകീഴ് താലൂക്കിൽ ഒരു വക്കം എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചായത്തിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. കൊല്ലം തിരുവനന്തപുരം റെയിൽപാത വക്കത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി കടന്നു പോകുന്നൊരു സവിശേഷതയും കൂടിയുണ്ട്. പടിഞ്ഞാറ് ഭാഗം അഞ്ചുതെങ്ങ് കായലാണ്, വടക്ക് ഭാഗം വക്കം കായൽ. അങ്ങനെ കായലിൻ്റെയും കരയുടെയും ഒക്കെ മധ്യത്തിൽ മനോഹരമായി വ്യാപിച്ചു കിടക്കുന്ന സുന്ദരമായ ഒരു പ്രകൃതി രമണീയത നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് വക്കം. ഇതിനു മുൻപ് പലപ്പോഴായി അഞ്ചുതെങ്ങ്, നെടുങ്കണ്ടം, വക്കം ഈ പ്രദേശങ്ങളെയൊക്കെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരു അവധൂത വൃത്തി
നടത്തിയിരുന്നത് ഈ പ്രദേശങ്ങളിലൂടെയൊക്കെയായിരുന്നു. ഭൈരവൻ ശാന്തി ഗുരുവിൻ്റെ അന്തേവാസിയായി തീർന്നതിന് ശേഷം ഗുരുദേവന്റെ വക്കവുമായുള്ള അടുപ്പം കൂടി വരികയുണ്ടായിരുന്നുള്ളൂ. കാരണം അച്ഛൻ വഴി ചെമ്പഴന്തിയായും അമ്മ വഴി വക്കവുമായി ബന്ധമുണ്ടായിരുന്ന ഭൈരവൻ ശാന്തി ഗുരുദേവനെ കൂടെ കൂടെ വക്കത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ 1869 വക്കത്ത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്താനിടയായി. വക്കം വേലായുധ നട എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഗുരുദേവൻ സ്ഥാപിച്ച ആദ്യത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രം ഇതാണെന്നാണ് പറയപ്പെടുന്നത്. 200 കൊല്ലം പഴക്കമുള്ള ഒരു ദേവീക്ഷേത്രം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ദേവി വിഗ്രഹം എടുത്തുമാറ്റി ഗുരുദേവൻ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠകളെ മാറ്റി തന്നെ ഗുരു പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കാരണം ചില പ്രതിഷ്ഠകളൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ചൈതന്യമൊക്കെ നഷ്ടപ്പെടുമല്ലോ. അത്തരത്തിൽ ചൈതന്യം നഷ്ടപ്പെട്ടിട്ടുള്ള പ്രതിഷ്ഠകളൊക്കെ മാറ്റി ചൈതന്യത്തോടു കൂടിയുള്ള പ്രതിഷ്ഠകളാണ് മഹാഗുരു കൂടുതലായും പ്രതിഷ്ഠിച്ചിരുന്നത്. 2 വക്കം ദേവേശ്വര ക്ഷേത്രമാണ്. ഇതും ചിറയൻകീഴ് താലൂക്കിൽ തന്നെയാണ്. വക്കം ജില്ലയിലെ 4-ാം വാർഡിലാണ് ദേവേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം കൃത്യം 1 വർഷം തികഞ്ഞപ്പോൾ 1889 ശിവരാത്രി ദിവസമായിരുന്നു ഗുരു 2ാമത്തെ ശിവപ്രതിഷ്ഠ തിരഞ്ഞെടുത്ത സമയമെന്ന് പറയുന്നത്. 3ാമത്തെ ക്ഷേത്രം മണ്ണന്തല ആനന്ദവല്ലീശ്വരമാണ്. തിരുവനന്തപുരത്ത് നിന്നും 10 കിലോമീറ്റർ ഏകദേശം വടക്ക് മാറി MC റോഡിന് അരികിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അരുവിപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയതെന്നറിഞ്ഞ് മണ്ണന്തലക്കാരനായ ഒരു പിന്നാക്ക വർഗത്തിൽപ്പെട്ട ചിലർ അരുവിപ്പുറത്തെത്തി ഗുരുവിനോട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ഗുരുവിനെ കൊണ്ട് സ്വാത്വികമൂർത്തിയായ ഒരു ദേവനെയോ ദേവിയെയോ പ്രതിഷ്ഠിക്കണമെന്നുള്ള ആഗ്രഹം അവർ പറയുകയും അതനുസരിച്ച് 1064 ആണ്ട് കുംഭമാസം 22 രേവതി നക്ഷത്രത്തിലാണ് മണ്ണന്തലക്കാർക്ക് വേണ്ടി മണ്ണന്തല ആനന്ദവല്ലീശ്വരം എന്ന ക്ഷേത്ര പ്രതിഷ്ഠ ഗുരു നടപ്പാക്കിയത്. ദേവി പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. 1000 തെങ്ങ് പാട്ടത്തിൽ ശിവക്ഷേത്രമാണ് 4ാമത്തെ ക്ഷേത്രം. കരുനാഗപ്പള്ളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെത്തി പ്രതിഷ്ഠയും അഭിഷേകവും ഒക്കെ നടത്തി പുറത്തു വന്ന ഗുരുദേവൻ അവിടെ കൂടി നിന്നവരോടായി ഇങ്ങനെ പറയുകയുണ്ടായി: നിങ്ങളിൽ ഒരാൾ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് നാഴി അരി വറ്റിച്ചതും കുറേ പുഷ്പങ്ങളും കുറച്ച് ജലവും ഒക്കെയായി അകത്ത് കിടന്ന് വെള്ളം തളിച്ച് ശുദ്ധി വരുത്തി പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷം ചോറ് ഒരു ഇലയിൽ അവിടെ വെച്ചിട്ട് അതെടുത്ത് അയാൾ തന്നെ ഭക്ഷിച്ചു കൊള്ളണം. നിത്യവും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നന്മയുണ്ടാവും. ശാന്തിക്കാരെയും മറ്റും തിരഞ്ഞു നടന്ന് കഷ്ടപ്പെടരുത്. നിങ്ങളിൽ തന്നെ ഒരാൾ അത് ചെയ്യണം എന്ന് പറയുകയുണ്ടായിരുന്ന വളരെ പ്രത്യേകത നിറഞ്ഞൊരു ക്ഷേത്രമാണ് 1000 തെങ്ങ് പാട്ടത്തിൽ ശിവക്ഷേത്രം. 5 പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രമാണ്. നമുക്കറിയാം, കൊച്ചിയിൽ നിന്നുമൊക്കെ നമ്മൾ കോട്ടയത്തേക്ക് പോകുന്ന റൂട്ടിൽ തൃപ്പൂണിത്തറ ഭാഗമെല്ലാം കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോഴാണ്, അതായത് നടക്കാവ് പുതിയകാവൊക്കെ കഴിഞ്ഞ് കുറേ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ മുൻപോട്ടേക്ക് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് പൂത്തോട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കാണാനായിട്ട് സാധിക്കുന്നത്. പൂത്തോട്ടയിൽ ശിവക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് മുൻകൈ എടുത്തത് കുലശേഖരമംഗലം, അതിൻ്റെ സമീപ പ്രദേശമാണ്. അവിടെയുള്ള ഒരു പുറ്റിനാൽ പാപ്പി വൈദ്യർ അവർകളായിരുന്നു. ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ഗുരുദേവൻ എത്തിച്ചേർന്നത് ബ്രഹ്മശ്രീ ചട്ടമ്പി സ്വാമികളോടൊപ്പമാണ്. അങ്ങനെ പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തു വന്ന ഗുരു ചുറ്റും കൂടി നിന്നവരോട് ക്ഷേത്രത്തിന് ചുറ്റും വിദ്യാലയം ഉണ്ടാവണമെന്ന് പറയുകയുണ്ടായി. ഇന്ന് നാം പൂത്തോട്ട ക്ഷേത്രത്തിന് മുൻപിലൂടെ വരുമ്പോൾ അവിടെ മനോഹരമായ ഒരു സ്കൂളും ആ സ്കൂൾ സമുച്ചയത്തിനോട് ചേർന്ന് ധാരാളം കുഞ്ഞുങ്ങൾ പഠിക്കുന്നതുമൊക്കെ നമുക്ക് ഹൃദയപൂർവ്വം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച തന്നെയാണ്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എന്ന് പറയുന്നത്. അടുത്തത് കുളത്തൂർ കോലത്തുകര ശിവക്ഷേത്രം. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരു ശിവലിംഗദാസ സ്വാമികളെ കുളത്തൂരുള്ള ഒരു കാട് വെട്ടി തെളിച്ച് അവിടെ ഒരു മഠം സ്ഥാപിക്കാനായി നിയോഗിച്ചു. അപ്പോൾ മഠം സ്ഥാപിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ ദിവസവും ഒരു ഉഗ്രം സർപ്പം രാവിലെ ഇഴഞ്ഞു വന്നിരിക്കും. അതിനെ ഓടിച്ചു വിടും. വീണ്ടും പിറ്റേ ദിവസമാകുമ്പോൾ അത് വീണ്ടും ഇഴഞ്ഞു വന്നിരിക്കും. ഇങ്ങനെ പതിവായി ഈ സർപ്പം അവിടെ കാവലിരിക്കാൻ തുടങ്ങിയിരുന്നത് വളരെ ആശങ്ക പരത്തുന്ന ഒരു കാര്യമായിരുന്നു. കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിൽ അന്നൊരു ഭദ്രകാളി പ്രതിഷ്ഠയാണ് ഉണ്ടായിരുന്നത്. ഭദ്രകാളിയെ ഭക്തർ കോഴി വെട്ടി ചോര ഒഴുക്കിയാണ്
ഭദ്രകാളിയോടുള്ള ഭക്തി അവർ പുറത്തേക്ക് കാണിച്ചിരുന്നത്. ഈ സർപ്പത്തിന്റെ കാര്യം ഗുരുവിനോട് ശിവലിംഗദാസ സ്വാമികൾ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞപ്പോൾ ഗുരു ശിവലിംഗദാസ സ്വാമിയോട് പറഞ്ഞത്, മഠം മനുഷ്യർക്ക് താമസിക്കാനുള്ളതാണ്, സർപ്പങ്ങൾ വല്ല കാട്ടിലും പോയി ജീവിക്കേണ്ടതാണ് എന്നിങ്ങനെ സർപ്പത്തിനോട് പറയൂ എന്നാണ്. ഈ പറഞ്ഞ കാര്യം ഇതുപോലെ തന്നെ ശിവലിംഗദാസ സ്വാമികൾ ഗുരുവിനോട് വന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കലും സർപ്പം തിരികെ വന്നിട്ടില്ല എന്നുള്ള ഒരു അത്ഭുതവും കൂടി നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള കൊലത്തുകാരക്കാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇതൊക്കെയുള്ളത് ഈ ഭദ്രകാളിയുടെ കോപം കൊണ്ടാണ് എന്ന് വിശ്വസിച്ചിരുന്ന ചില നാട്ടുകാരെല്ലാം ചേർന്ന് ഗുരുവിന്റെ സമീപത്ത് വന്ന് ഒരു ക്ഷേത്രം വേണമെന്ന് ആഗ്രഹം പറയുകയും അങ്ങനെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി എത്തിച്ചേർന്ന ഒരു സ്ഥലമാണ് കുളത്തൂർ കോലത്തുകര എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരു ഭദ്രകാളി വിഗ്രഹത്തെ എടുത്തുമാറ്റി അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചു. കൊലതിരശസ്തവം എന്ന പേരിൽ ഒരു സ്തോത്രകൃതിയും രചിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സമസ്യയും സമസ്യ പൂരണവും കാണാൻ സാധിക്കുന്നുണ്ട്. ഏഴാമത്തെ ക്ഷേത്രം പ്രാക്കുളം വേളിക്കോട്ട് കാർത്തികേയ ക്ഷേത്രമാണ്. എട്ടാമത്തെ ക്ഷേത്രം പുതിയകാവ് ആനന്ദവല്ലീശ്വര ക്ഷേത്രം. 9 കായ്ക്കര ഏറത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രം. 10 കായ്ക്കര കപാലേശ്വര ക്ഷേത്രം. കടയ്ക്കാവൂർ ഊട്ടുപറമ്പ് ശിവക്ഷേത്രമാണ് 11. 12 കരുനാഗപ്പള്ളി കോഴിക്കോട് കുന്നിനേഴത്ത് ഭഗവതി ക്ഷേത്രം. 13 മുട്ടയ്ക്കാട്ട് കുന്നുംപാറ സുബ്രഹ്മണ്യ ക്ഷേത്രം. 14 മൂത്തകുന്നം ശ്രീനാരായണ മംഗലം ശങ്കരനാരായണ ക്ഷേത്രം. 15 പ്രാക്കുളം ശ്രീ കുമാരമംഗലം ക്ഷേത്രം. 16 അഞ്ചാലുംമൂട് വേലായുധമംഗലം ക്ഷേത്രം. 17 കുമരകം ശ്രീ കുമാരമംഗലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. 18 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. 19 നാഗർകോവിൽ പിള്ളയാർകോവിൽ കോട്ടാർ ഗണപതി ക്ഷേത്രം. 20 ഇല്ലിക്കൽ കുമ്പളങ്ങി അർദ്ധനാരീശ്വര ക്ഷേത്രം. 21 കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. 22ാമത്തെ ക്ഷേത്രം മംഗലാപുരം തൃപ്പതീശ്വര ക്ഷേത്രം. 23 ചെറായി ഗൗരീശ്വര ക്ഷേത്രം. അപ്പോൾ ഈ 23 ക്ഷേത്ര പ്രതിഷ്ഠകളാണ് മഹാഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ മുതൽ നമ്മുടെ ശാരദാ പ്രതിഷ്ഠ നടത്തുന്നിടം വരെ പ്രതിഷ്ഠിച്ച് 23 ക്ഷേത്ര പ്രതിഷ്ഠകൾ. ഇതിനുശേഷം ശിവഗിരി ശാരദാ പ്രതിഷ്ഠ. ആ ശാരദാ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു നിർവഹിച്ച 14 വിഗ്രഹ പ്രതിഷ്ഠകളെ കുറിച്ച് നാം പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. മുരുക്കുംപുഴ, കാരമുക്ക്, കളവങ്കോടം, വെച്ചൂർ, ഉല്ലല എന്നിവിടങ്ങളിൽ വിഗ്രഹ പ്രതിഷ്ഠ നടത്താതെ പുതിയ ചില പ്രതീകങ്ങളാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ നവ്യപ്രതിഷ്ഠകൾ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഗുരുവിന്റെ ക്ഷേത്രവും ക്ഷേത്ര സങ്കല്പങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഭക്തി എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യം ഉണ്ടെങ്കിൽ പോലും ആ ഭക്തിയിൽ എല്ലാ മനുഷ്യരും ഒന്നായി മാറണമെന്നും എല്ലാവരിലും നന്മ പകരണമെന്നും വിദ്യാഭ്യാസ സമ്പന്നരാകണമെന്നും വ്യവസായം ചെയ്യണമെന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്നും ഗുരു ഇക്കൂടെ പലപ്പോഴായി ഉപദേശിച്ചിരുന്നു. അപ്പോൾ ഭക്തിയുടെ പുറകെ നടക്കുക മാത്രമല്ല, മറിച്ച് ഭക്തിയേതര പരിപാടികളിലും നാം പങ്കാളികളാകണമെന്നുള്ള ഒരു വലിയ ഉപദേശം ഗുരു ഈ ക്ഷേത്ര പ്രതിഷ്ഠകൾക്കൊക്കെ ശേഷം പറയാറുണ്ടായിരുന്നു. എല്ലാ പ്രതിഷ്ഠകളെയും കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷേ ഇത്രയും ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ചെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1-2 ക്ഷേത്രത്തിനെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. മറ്റൊരവസരത്തിൽ നമുക്ക് ഇനിയും ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ച് കൂടുതലായി കാണാം. എല്ലാവർക്കും ഗുരുവിൻ്റെയും അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.